സത്യവിശ്വാസികൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ഒരു സന്ദർഭത്തിൽ വരാനിരിക്കുന്ന വർഷത്തെ നമ്മൾ വരവേൽക്കുന്നത് 2017 നമ്മൾ കടക്കുന്നത്, നമ്മുടെ ചുമരുകളിലെ കലണ്ടറുകൾ നമ്മൾ മാറ്റിവെക്കുന്നത് ആഘോഷപൂർവമല്ല, അനുസ്മരണത്തോടെ, ഓർമ്മകളോടെ. സർവശക്തനായ അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ച് ഇനി നമുക്ക് ഈ ലോകത്ത് കൂടുതൽ ആയുർദൈർഘ്യമില്ല എന്ന് ചിന്തിച്ചാണ് ഈ വർഷത്തെ നമ്മൾ യാത്രയക്കുന്നതും പുതുവത്സരത്തെ നമ്മൾ വരവേൽക്കുന്നത്. ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പുതുവത്സരത്തിന് പ്രാധാന്യം നൽകേണ്ടതിന് പ്രത്യേക പ്രാധാന്യമോ നിയമങ്ങളോ ഒന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മൾ നിശ്ചയിക്കുന്നത് ഹിജ്രിയ വർഷമനുസരിച്ചാണ്, ഹിജ്റ വർഷമനുസരിച്ചാണ്. എന്നാലും ലോകത്തിന്റെ ക്രമം ഇങ്ങനെയായ അവസ്ഥയിൽ എല്ലാവരുടെ ഹൃദയാന്തർഭാഗങ്ങളിലും നമ്മുടെ ഓരോ കാര്യങ്ങളുടെയും തീരുമാനം നിർവഹിക്കപ്പെടുന്നത് ഈ ഒരു വർഷത്തിന്റെ അടിസ്ഥാനത്തിലായത് കാരണത്താൽ ഈ സന്ദർഭങ്ങളെ നമ്മൾ ഓർത്തെടുക്കേണ്ട ചില പ്രധാനപ്പെട്ട ചിന്തകളിലേക്കാണ് ഈ ഒരല്പസമയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അതൊന്നുമല്ല, കാലം മുന്നോട്ട് പോകുമ്പോൾ നാം മരണത്തിലേക്ക് അടുക്കുകയാണ്. ഈ ലോകത്ത് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഏതൊരാൾക്കും ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, ഏതൊരാളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന മരണം എന്ന യാഥാർത്ഥ്യത്തിലേക്ക്, സത്യത്തിലേക്ക് അല്ലാഹു തആല നമ്മെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമയം എങ്ങനെയാണെന്നോ എവിടെയാണെന്നോ എപ്പോഴാണെന്നോ പ്രവചിക്കുക അസാധ്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എന്നത് സാധാരണ വാളുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. മരിക്കും എന്നതിനെ സംബന്ധിച്ചല്ല. അങ്ങനെ ഒരു വിശ്വാസം ഈമാൻ കാര്യത്തിലില്ലല്ലോ. മരിക്കും, അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് മുസ്ലിമും വിശ്വസിക്കും, അല്ലാത്തവരും വിശ്വസിക്കും. മരിക്കും. ഈ ലോകത്തൊരായുഷ്കാലമുണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് യാത്ര പറയേണ്ടി വരും, ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും എന്ന് അംഗീകരിക്കാത്തവരോ ഉൾക്കൊള്ളാത്തവരോ ആരുമില്ല. പിന്നെ എന്താണ് ഈ ചർച്ചയുടെ പ്രസക്തി? ഒരു മുഅ്മിൻ അഥവാ നമ്മളൊക്കെ കേവലം മരിക്കും എന്നല്ല, എങ്ങനെയാണ് ആ മരണം സംഭവിക്കുക, ആരാണ് ആ മരണം നമുക്ക് നൽകുന്നത്, എന്തെല്ലാം അവസ്ഥകളായിരിക്കും ആ സമയത്ത് അഭിമുഖീകരിക്കുക എന്ന് മാത്രമല്ല, ആ മരണാനന്തരം നീണ്ടു നിൽക്കുന്ന വിശാലമായ അനന്തമായ പരലോകത്തെക്കുറിച്ചുള്ള ഈമാൻ, വിചാരങ്ങൾ, ചിന്തകൾ, ഇതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെ നയിക്കേണ്ടത്. ഒരു നല്ല കാര്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു വിചാരമല്ലാതെ മറ്റെന്താണ്? അല്ലാഹു തആല വിലക്കിയിരിക്കുന്ന മോശമായ ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത് ഈ ഒരു വിചാരമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഓർക്കുന്നത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, എല്ലാ രസങ്ങളെയും ഇല്ലാതെയാക്കുന്ന മരണത്തിന്റെ ഓർമ്മയെ നിങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിങ്ങൾക്കിന്ന് കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിന്റെ സൗകര്യങ്ങൾ, സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ കാതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളിൽ, ഒരുപാട് രസങ്ങളിൽ നിങ്ങൾക്ക് ലയിക്കുവാൻ കഴിയും. സുഭിക്ഷമായ ഭക്ഷണം നിങ്ങൾക്ക് ആഹരിക്കുവാനും ശരീരത്തിന്റെ പുഷ്ടി അതിലൂടെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാനും കഴിയും. എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയും. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത, നിശ്ചലമായി പോകുന്ന, എല്ലാം മരവിച്ചു പോകുന്ന മരണത്തിന്റെ ചിന്ത നിങ്ങൾ ഇടക്കുണ്ടാകണം എന്നതല്ല,
അക്സിറൂ, നിങ്ങൾ ആ ചിന്ത ഇടക്കിടക്ക് നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയാന്തർഭാഗങ്ങൾക്കുള്ളിൽ മരിച്ചു പോകണമല്ലോ എന്ന വിചാരം ഇടക്കിടക്ക് ഉണ്ടാകണമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ആയിഷ ബീവിയെ, എനിക്ക് വല്ലാത്ത ഹൃദയകാഠിന്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു നന്മയും മനസ്സിലേക്ക് അങ്ങ് കയറുന്നില്ല, തഖ്വ ഉണ്ടാകാത്ത അവസ്ഥ, ഒരു കാര്യത്തെയും ഭയമില്ലാത്ത അവസ്ഥ, പടച്ചവനെ പേടിയില്ലാത്ത അവസ്ഥ. ഞാൻ എന്ത് ചെയ്യണമെന്ന് മഹദിയായ ആയിഷ ബീവിയോട് ഉപദേശം തേടിയപ്പോൾ അവിടുന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും കൂടിയുള്ള പാഠമാണ്. ആയിഷ ബീവി പറഞ്ഞു, പെണ്ണേ, അക്സിരി സിക്റൽ മൗതി വഖിറാഅത്തുൽ ഖുർആൻ, മരണത്തിന്റെ ചിന്തയെ നീ വർദ്ധിപ്പിക്കണം, അതോടൊപ്പം ഖുർആൻ പാരായണത്തെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നത് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടാണോ അഥവാ മരണത്തെ വിസ്മരിച്ചുകൊണ്ടാണോ? എന്റെയും നിങ്ങളുടെയും ഐഹിക ലോകത്തെ ജീവിതം കാണുമ്പോ അത് മരിക്കാൻ ഒരുങ്ങിയവന്റെ ജീവിതമാണോ, അതോ ആ മരണത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിചാരങ്ങളും നഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതമാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. പ്രഗൽഭനായ സ്വഹാബിയാണ് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഹബീബായ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയാണെന്ന് മാത്രമല്ല, ഖുർആനിൽ പേര് പറയപ്പെട്ടയാളാണ്. ബഹുമാനപ്പെട്ടവരുടെ മകനാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരാളിൽ നിന്ന് ഒരിക്കൽ 200 ദീനാറുകൾ കടം വാങ്ങുകയുണ്ടായി, ഒരു മാസത്തെ അവധി പറഞ്ഞുകൊണ്ട്. നമ്മളൊക്കെ സാധാരണ കടം വാങ്ങുന്നവരാണ്, മാസങ്ങൾ അവധി പറയുന്നവരാണ്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു 200 ദീനാറുകൾ ഒരു മാസത്തെ അവധി പറഞ്ഞ് ഒരാളിൽ നിന്ന് കടം വാങ്ങി. വിവരം നബി അറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നബിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. കടം കൊടുക്കുവാൻ പ്രോത്സാഹിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വതക്ക നൽകുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ കാര്യമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങുന്നത് ഒരിക്കലും തെറ്റല്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് സ്വഹാബികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ അവർക്കിടയിൽ നിന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. സ്വഹാബികളെ, നിങ്ങൾ അറിഞ്ഞോ, ഉസാമ ഇതാ ഒരാളിൽ നിന്ന് ഒരു മാസത്തെ അവധി പറഞ്ഞ് 200 ദീനാറുകൾ കടം വാങ്ങിയിരിക്കുന്നു. ഇന്ന ഉസാമത ലകസീറുൽ അമൽ. ഉസാമ വലിയ പ്രതീക്ഷക്കാരൻ തന്നെയാണ്. എങ്ങനെ ഉസാമക്ക് ഉറപ്പ് കിട്ടി ഒരു മാസം ഉസാമക്ക് ആയുസ്സുണ്ടാകുമെന്ന്? എങ്ങനെയാണ് 200 ദിനാറുകൾ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ കൊടുത്തു വീട്ടാൻ കഴിയുമെന്ന കാര്യം ഉസാമക്ക് ഉറപ്പ് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ജീവിത പരിസരങ്ങൾ. കടം വാങ്ങുന്നവരാണ് എന്നത് ശരിയാണ്, പക്ഷേ എങ്ങനെയാണ് കടം വാങ്ങുന്നത്? ബാങ്കുകളിൽ നിന്ന്, ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഓരോ മാസത്തിലും 100ഉം 500ഉം 1000ഉം 10000ഉം ഒക്കെ പലിശ കൊടുത്തു നമ്മൾ കടം വാങ്ങുമ്പോൾ ഹറാമായ രീതിയിൽ ആ പണം ഉപയോഗിച്ച് നമ്മൾ വീട് പണിയുമ്പോ, നമ്മൾ വാഹനങ്ങൾ വാങ്ങുമ്പോ, നമ്മൾ ഭൗതികമായ നമ്മുടെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ, നമ്മളുടെ മക്കളെ കല്യാണം കഴിക്കാൻ, നമുക്ക് ജോലി ലഭ്യമാകാൻ, നമുക്ക് ഗൾഫിൽ പോകാൻ, പലിശക്ക് കടം വാങ്ങി പണം ലോൺ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ
കൃത്യമായി 1 മാസത്തെ അവധി പറഞ്ഞ് 200 ദീനാറുകൾ കടം വാങ്ങിയതിന് ശാസിച്ച ഹബീബായ നബിയുടെ വചനങ്ങൾ നമുക്ക് ഓർമ്മ വരണ്ടേ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു ഭക്ഷണത്തിന്റെ ഉരുള ഞാൻ വായിലേക്ക് വെക്കുമ്പോ ഞാൻ പേടിക്കാറുണ്ട്. ആ ഭക്ഷണത്തിന്റെ ഉരുള എന്റെ വായിലേക്ക് ഞാൻ വെക്കുന്നതിന്റെ മുമ്പ് എന്നെ ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം പിടികൂടുമോ? എന്റെ കാലിന്റെ ഒരു പാദം വെച്ച് അതിന്റെ അടുത്ത കാല് ഞാൻ മുന്നോട്ട് വെക്കുന്നതിന്റെ മുമ്പ് മരണം എന്നെ പിടികൂടുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനോടുകൂടെയുള്ള മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ഗ്യാരണ്ടിയുമില്ല. പണത്തിന്റെ മുകളിൽ രക്ഷപ്പെടാൻ കഴിയില്ല. സ്വാധീനത്തിന്റെ പുറത്ത് ഒരൽപ്പം കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ കഴിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാൻ കഴിയില്ല. വിനീതനായ ഞാന് ആലുവയിലെ പള്ളിയിൽ ഒരിക്കലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പ് വന്ന് കരയുകയാണ്, ഉസ്താദേ, എന്റെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി. അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നോട് ആ കാര്യം പറയുകയാണ്. എറണാകുളത്തിന്റെ കുറച്ചിപ്പുറത്തുള്ള തൃശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവന്റെ കൂട്ടുകാരൻ ഒരു ഭൂമി വാങ്ങി. അവിടെ നിറയെ തെങ്ങുകളായിരുന്നു. ആ തെങ്ങുകൾ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അത് വീട് വെക്കുവാനുള്ള പ്ലോട്ടാക്കി വിൽക്കുവാനായിരുന്നു ഇദ്ദേഹത്തിന്റെ താല്പര്യം. അങ്ങനെ ഒരു ദിവസം ഇവരെ എല്ലാവരെയും കൂട്ടി, കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഇവൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. JCB വരാൻ പറഞ്ഞിട്ടുണ്ട്. JCB ഓരോ തെങ്ങുകളും ഇങ്ങനെ മറിച്ചിട്ട് കൊണ്ടിരിക്കുന്നു. 2-3 തെങ്ങുകൾ മറിഞ്ഞു വീണപ്പോൾ അതിന് മുകളിൽ നല്ല കരിക്കുകളുണ്ട്. ഇവര് പറഞ്ഞു, നമുക്ക് കുറച്ച് കരിക്ക് കുടിച്ചാലോ? ഫ്രീ ആയിട്ട് കരിക്കുകൾ ഇങ്ങനെ കിടക്കുകയല്ലേ. അവരെല്ലാവരും കൂടെ കുറച്ച് നല്ല കരിക്കുകൾ നോക്കി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു. ഇവനിങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നു. കൂട്ടുകാര് 2 പേര് കിഴക്കോട്ടും നോക്കിയിരിക്കുന്നു. അവനിങ്ങനെ കരിക്കൊരു കോലെടുത്തുകൊണ്ട് കരിക്കിങ്ങനെ കുത്തിയിട്ടതിന്റെ വെള്ളം കുടിക്കാനുള്ള ശ്രമത്തിലാണ്. താഴോട്ട് നോക്കിയാണ് കൂട്ടുകാരനിരിക്കുന്നത്. മറ്റു 2 പേരും ഒരു ശബ്ദം കേട്ടു. JCB മറിച്ചിട്ട ഒരു തെങ്ങ് നിയന്ത്രണമില്ലാതെ വരുന്നത് ഇവർ 2 പേരും കണ്ടപ്പോ ഞങ്ങൾ 2 പേരും പിറകോട്ടോടിപ്പോയി, ഉസ്താദേ. അവനത് കാണാൻ കഴിഞ്ഞില്ല. സ്വന്തം ഭൂമിയില് അവൻ കരിക്ക് കുത്തുന്ന തിരക്കിലായിരുന്നു. ആ തെങ്ങ് നേരെ ഇവന്റെ തലയുടെ മുകളിൽ വന്നു വീണു. അവൻ അവിടെ വെച്ച് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവൻ ചതഞ്ഞരഞ്ഞു പോയി, ഉസ്താദേ. ലാ തരി നഫ്സൻ ബിഅയി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് മരണം സംഭവിക്കുക എന്ന് ഒരാൾക്കും നിശ്ചയിക്കുവാനേ കഴിയില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുണ്ടാകുന്ന മരണം. വിനീതനായ ഞാൻ ഇന്ന് ഈ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടർ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനിയായ ഒരു ഡോക്ടർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രതാപൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ പരിചയമുള്ള തൃക്കരിപ്പൂരുകാരനാണ് അദ്ദേഹം. എന്നോട് അദ്ദേഹം പറഞ്ഞു, ജീവിതമെന്ന് പറയുന്നത് രോഗം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നിശ്ചയിക്കപ്പെടേണ്ട ഒന്നല്ല. ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലാണെന്നതിന് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. രോഗമെല്ലാം മാറി നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞവൻ പിറ്റേ ദിവസം മരിച്ച വാർത്തയാണ് കേൾക്കുന്നത്. ദിവസങ്ങളോളം ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞവൻ, മരണം കൺമുമ്പിൽ കണ്ട് നമ്മൾ വിധിച്ച ആളുകൾ, പിന്നെ കൊല്ലങ്ങളോളം ഒരസുഖവുമില്ലാതെ സഞ്ചരിക്കുന്ന എത്രയെത്ര കാഴ്ചകളാണ് കാണുന്നതെന്ന് ഒരു ഡോക്ടർ നമ്മോട് പറയുമ്പോൾ, വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി, എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു രോഗവുമില്ലാതെ അവർ മരിച്ചു പോകുന്നത്. എന്നാൽ വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി, കാലങ്ങളോളം അവർ ജീവിച്ചു പോകുന്നത്. ഒന്നാമീൻ പറഞ്ഞോളൂ, അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ.
ആമീൻ പറഞ്ഞോളൂ. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ഇന്നലെ ഉണ്ടായവൻ ഇന്ന് കേൾക്കുന്നു അവൻ മരിച്ചിരിക്കുന്നു. തോളിൽ കൈയിട്ട് നടന്നവൻ മരിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, നമ്മുടെ കൂടെയുള്ള എത്രയോ ആളുകൾ, ഞാൻ ഇതുപോലെ ഇവരെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വരികയാണ്. ഇതുപോലൊരു സ്ഥാപനത്തിൽ ഉസ്താദാണ് ഞാൻ 10 കൊല്ലമായി. ആ സ്ഥാപനത്തിന്റെ വൈസ് പ്രിൻസിപ്പളാണ്. ദാറുൽ ഹുദയുടെ സ്ഥാപനമാണ്. മാലിക് ദീനാർ പോലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ചാമക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് 10-300 മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഹുദവികളാകാൻ പഠിക്കുന്ന മക്കൾ അവിടെയുണ്ട്. ഓരോ റമദാൻ കഴിഞ്ഞാലും 40 കുട്ടികളെയാണ് ഞങ്ങൾ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 45 കുട്ടികളെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. 10 വയസ്സായ കുട്ടികളെ ഹുദവികളാക്കാൻ വേണ്ടിയിട്ട് വാപ്പാര് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് മക്കളെ ഏൽപ്പിച്ചു. ബഹുമാന്യരായ ഉസ്താദുമാര് അവർക്ക് പഠനം തുടങ്ങി. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുക്കൽ വന്നു. ഉസ്താദേ, ഞാൻ സൗദിയിലെ ജിദ്ദയിൽ ജോലി ചെയ്യുന്നയാളാണ്. മലപ്പുറം ജില്ലയിലെ പൂക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. ഈ മാസം 15-ാം തീയതി വരേണ്ടയാളായിരുന്നു. പക്ഷേ വീട്ടിൽ ഇവനെ കൊണ്ടുവരാൻ ആളില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 5-ാം തീയതിയാണല്ലോ, 10 ദിവസം നേരത്തെ കമ്പനിയിൽ നിന്ന് ലീവ് പറഞ്ഞ് ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. സുബഹിയുടെ മുമ്പായി ഞാൻ കോളേജിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഉസ്താദ് ഇവനെ നന്നായി നോക്കണം, ഇവനെ ഹുദവിയാക്കണം, ഇവനെ ഉഷാറാക്കണം എല്ലാം പറഞ്ഞ് അയാൾ സന്തോഷത്തോടുകൂടെ യാത്രയായി. എന്റെ മക്കൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ വരുന്ന സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ കരയാൻ തുടങ്ങും. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഉമ്മയെ കാണണം, എനിക്ക് വാപ്പയെ കാണണം. വന്നവരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവനും കരയുന്നുണ്ട്, എല്ലാവരും കരയുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ ഫോണിലേക്ക് അവന്റെ വാപ്പ വിളിക്കുകയാണ്. ഉസ്താദെ, മോനെ ഒന്ന് കിട്ടുമോ? മോന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അവൻ കരച്ചിലോട് കരച്ചിലാണ്. വാപ്പ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് അവൻ ഫോണിലൂടെ പറയുന്നത്. വാപ്പ പറഞ്ഞു, മോനെ ഇന്ന് വൈകുന്നേരമായില്ലേ, നാളെ വൈകുന്നേരം നിന്നെ കാണാൻ ഞാൻ വരാം, നാളെ നമുക്ക് കാണാം. അവന് സമാധാനമായി. വാപ്പ ഉറപ്പ് കൊടുത്തു, നാളെ വൈകുന്നേരം കാണാം. വാപ്പ എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നാളെ വൈകുന്നേരം വരാൻ അവനൊന്ന് സമാധാനിപ്പിക്കണം.